അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നു. യുസല്ലൂന, സലാത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകൾ നമുക്ക് കാണാം. അസ്സലാത്തു മിനല്ലാഹി അർറഹ്മത്തുൽ മഖ്റൂനതു ബിത്തഅ്ലീം. ആദരവോട് അനുബന്ധിച്ചുള്ള, ആദരവോട് കൂടിയുള്ള അനുഗ്രഹത്തിനാണ് സലാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹു തആല അതാ സലാത്ത് നിർവഹിക്കുന്നു, ആദരപൂർവമുള്ള അനുഗ്രഹം നൽകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകൾ അനുഗ്രഹം നൽകുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ. അനുഗ്രഹം നൽകുന്നവൻ അല്ലല്ലേ. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ? അനുഗ്രഹം വർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം നൽകുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന് വേണ്ടി പടച്ചവനോട് ആവശ്യപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു. ഇത് സലാത്ത് വാർഷികത്തിന്റെ പരിപാടിയാണല്ലോ, അതുകൊണ്ട് സലാത്തിനെ സംബന്ധിച്ച് ബർക്കത്തിന് വേണ്ടി മാത്രം പറയാൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ. യാ അയ്യുഹ, അല്ലാഹു തആല വിളിക്കുന്ന ഒരു വിളിയാണത് അയ്യുഹ. അതേ അയ്യുഹ, അയ്യുഹ ഇട്ട് വിളിക്കുന്ന വിളിക്കാണ് അയ്യഹ എന്ന് പറയുക. നമ്മുടെ നുബാത്തിയ ഖുതുബയിൽ, രണ്ടാമത്തെ ഖുതുബയിൽ ഒരു സ്ഥലത്തുണ്ട്, വഅയ്യഹ ബിൽ മുഅ്മിനീന മിൻ ബരിയതി. വഅയ്യഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയ്യുഹ എന്ന് ചേർത്തുകൊണ്ട് അല്ലാഹ് വിളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അയ്യഹ എന്ന് പറഞ്ഞാൽ അയ്യുഹ എന്ന് കൂട്ടിക്കൊണ്ട് വിളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം തിരിയാത്തതുകൊണ്ട് ചിലര് അയ്യദ എന്നൊക്കെ ആക്കി മാറ്റാറുണ്ട്. അത് മാറ്റൊന്നും ചെയ്യണ്ട, അയ്യഹ തന്നെയാണ് അവിടെ. അവ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ. സല്ലൂ അലൈഹി, സല്ലൂ അലൈഹി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്ത് ചെയ്യണേ. സലാത്തിന് നമ്മൾ എന്തായിരുന്നു നേരത്തെ അർത്ഥം പറഞ്ഞത്? ആദരവോടെയുള്ള റഹ്മത്ത് എന്നാണല്ലോ. ആ ആദരവോടെയുള്ള റഹ്മത്ത് നൽകാൻ അള്ളാഹുവിനല്ലേ കഴിയൂ, നമ്മക്ക് കഴിയൂലല്ലോ. അപ്പൊ കഴിയാത്തൊരു കാര്യമാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി, നിങ്ങൾ അനുഗ്രഹം നൽകണേ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ, അത് അള്ളാഹുവിനല്ലേ കഴിയൂ. അതുകൊണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, അല്ലാഹു തആല നമ്മളോട് സാധിക്കാത്ത ഒരു കാര്യം പറഞ്ഞു എന്നല്ലേ വരിക. അതേ, റഹ്മത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ പദം പ്രയോഗിക്കുമ്പോൾ ആ പദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കണം. കഴിയാത്ത ആളോട് കഴിയാത്തൊരു കാര്യം പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. കഴിയാത്തത് പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ അതേ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, സല്ലൂ അലൈഹി, നബി തങ്ങളുടെ മേൽ നിങ്ങൾ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? അനുഗ്രഹം ചെയ്യാൻ കഴിയുന്നവനോട് പറയണേ എന്നാണ്. അനുഗ്രഹം ചെയ്യാൻ കഴിയുന്നവനോട് പറയണേ എന്നാണ് സല്ലു അലൈഹി എന്നതിന്റെ അർത്ഥം. അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അല്ലാഹുവിനോട് പറയുന്നു, അവനാണല്ലോ അനുഗ്രഹം ചെയ്യുന്നവൻ. അവനോട് നമ്മൾ പറയാണ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ മഹത്തായ അനുഗ്രഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ പറയാണ്. നമ്മളോട് അല്ലാഹ് പറഞ്ഞത് സല്ലു എന്നാണ്. സല്ലു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നിങ്ങൾ സലാത്ത് പറയണം എന്നാണ്. സലാത്ത് ചെയ്യാൻ വേണ്ടി പറയണം എന്നാണ്. കാരണം സലാത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അനുഗ്രഹം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കഴിയാത്തൊരു കാര്യം പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി
ഞാൻ ഉള്ളാളത്തുനിന്ന് പ്രസംഗിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, വേറെ പല സ്ഥലത്തുനിന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ ബദരീങ്ങളോടോ മുഹീദ്ദീൻ ശൈഖിനോടോ നമ്മളൊരു കാര്യം പറഞ്ഞു. ഉദാഹരണത്തിന് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു. കാക്കുന്നവൻ അല്ലല്ലേ? അപ്പൊ പിന്നെ ബദരീങ്ങളെ ആക്കണതിന് അള്ളാഹ് ബദരീങ്ങൾക്ക് കാക്കാൻ കഴിയോ? അള്ളാഹു അല്ലേ കാക്കുന്നവൻ. അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് കാവൽ വാങ്ങിത്തരണേ എന്ന, അത് അവര് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക, അല്ലെങ്കിൽ അവര് ഇടപെടുക, അങ്ങനെ കാവലുണ്ടാക്കി തരിക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കാവലിന് അവര് സൃഷ്ടിക്കുക എന്നല്ല. കാരണം എല്ലാം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഖാലിഖു കുല്ലി ശൈഇ, കാവലിനെ സൃഷ്ടിക്കുന്നവനും എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ പടച്ചവൻ അല്ലാഹുവാണ്. അല്ലാഹുവല്ലാതെ സൃഷ്ടാവില്ല, പടച്ചവനില്ല. അപ്പോൾ പിന്നെ സൃഷ്ടികളോട് പറയുന്നതിനർത്ഥം അതിന് നിമിത്തമായി പ്രവർത്തിക്കണേ എന്നാണ്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് കാവല് കിട്ടാൻ ആവശ്യമായ ഇടപെടൽ നടത്തണേ എന്നാണ്. ഇടപെടൽ പല വിധത്തിലുണ്ട്. അതിലൊന്നാണ് അള്ളാഹുവിനോട് നമുക്ക് കാവൽ തരാൻ വേണ്ടി ആവശ്യപ്പെടുക. നിങ്ങൾ കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, അതിനു വേണ്ടി ആവശ്യപ്പെടുക. മറ്റൊന്നാണ് അവര് തന്നെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, പടച്ചവന്റെ ഉദ്ദേശപ്രകാരം അവൻ കഴിവ് കൊടുക്കുന്നതനുസരിച്ച് അവര് വിഷയത്തിൽ ഇടപെടുക. അതാണല്ലോ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഫതാവയിൽ പറഞ്ഞത്, ശുഹിദൂ നഹാറൻ ജിഹാറൻ യുഖാതിലൂനൽ കുഫാർ. ശുഹദാക്കളായ ആളുകൾ പകലിൽ തന്നെ അതാ അവര് യുദ്ധം ചെയ്യുന്നവരായി, സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുന്നവരായി. മുമ്പ് ഷഹീദായി പോയ ശുഹദാക്കളെ കാണാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഇടപെടുകയെന്നാണ്. എല്ലാ സ്ഥലത്തും വിഷയം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്. അല്ലാഹുവേ, നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. എന്നാൽ ഒരാള് ബദരീങ്ങളെ രോഗം സുഖപ്പെടുത്തണേ എന്നങ്ങ് പറഞ്ഞു പോയാലോ? അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല, കുഫ്ർ ചെയ്തു എന്ന് പറയാൻ പാടില്ല, ഹറാം ചെയ്തു എന്ന് പറയാൻ പാടില്ല, കറാഹത്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല. മറിച്ച് മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ രോഗശമനത്തിനു വേണ്ടി നിങ്ങൾ ഇടപെടണേ എന്നാണ്. രോഗം സുഖപ്പെടുത്തണേ എന്നാണ്, സുഖപ്പെടാൻ നിങ്ങൾ ഇടപെടണേ എന്നാണ്. ഇതുപോലെ ഒരു ഡോക്ടറോട് ഒരാൾ ചെന്നിട്ട് ഡോക്ടറെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കൂല. മറിച്ച് രോഗം സുഖപ്പെടുത്താൻ വേണ്ടി ഡോക്ടറുടെ ഇടപെടൽ ഉണ്ടാകും. ഡോക്ടർ ചിലപ്പോൾ പരിശോധിക്കും, രോഗം കണ്ടെത്തും, മരുന്ന് കൊടുക്കും, ഓപ്പറേഷൻ ചെയ്യും, പലതും ചെയ്യും. ഇങ്ങനെ ഇടപെടലുകൾ നടത്തുമെന്നല്ലാതെ രോഗം സുഖപ്പെടുത്താൻ ഡോക്ടർക്ക് കഴിയുമെന്ന് ഒരു മുസ്ലിമും വിശ്വസിക്കൂല. പക്ഷേ പറയുമ്പോ ചിലപ്പോ ഡോക്ടറെ രോഗം സുഖപ്പെടുത്തണേ എന്നൊരു ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് വിധിക്കുന്നത് വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. അങ്ങനെ വിധിക്കാൻ പാടില്ല. ആ ഉമ്മ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ ബദരീങ്ങളോട് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞാലും ഏത് മഹാന്മാരോട് പറഞ്ഞാലും മുഅ്മിനീങ്ങൾ പറയുമ്പോൾ അതാണ് അർത്ഥം. ഓ സുഹൃത്തുക്കളെ, അത് തന്നെയാണ് ഇവിടെയും ഇമാം റാസി പഠിപ്പിക്കുന്നത്. അല്ലാഹ് നമ്മളോട് പറഞ്ഞു, സല്ലു അലൈഹി, നബിതങ്ങൾക്ക് നിങ്ങൾ സലാത്ത് ചൊല്ലണേ എന്നല്ലല്ലോ. സല്ലു എന്നതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അല്ലാഹുമ്മ സല്ലി എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാകണ്ടേ. ഇനി അല്ലാഹു മലായികതഹു യുസല്ലൂന എന്ന് പറഞ്ഞാൽ അവിടെയും അങ്ങനെയാകണ്ടേ. അവിടെ ഒന്നും അർത്ഥം അങ്ങനെയല്ലല്ലോ, മറിച്ച് മഹത്തായ അനുഗ്രഹം ചെയ്യണമെന്നാണല്ലോ. അപ്പൊ അല്ലാഹു നമ്മളോട് മഹത്തായ അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നൽകുകയെന്നല്ല ഉദ്ദേശം, നൽകാൻ വേണ്ടി പറയണം, നിങ്ങൾ ഇടപെടണമെന്നാണ്.
നിങ്ങൾ പറയണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സലാത്ത് ചൊല്ലുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നബി തങ്ങൾക്ക് ഒരു കാരുണ്യവും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയൂല. കാരുണ്യം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവോട് താണുകയാണ്, അപേക്ഷിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിച്ചാലോ അതിന്റെ ഗുണം ആർക്കാണ്? അത് നമ്മൾക്ക് തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹ് എന്തായാലും മഹത്തായ അനുഗ്രഹം നൽകുമെന്നതിലൊരു സംശയവുമില്ല. അത് പടച്ചവൻ ഏറ്റെടുത്ത കാര്യമാണ്, ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതാണ്. നമ്മൾ സലാത്ത് ചൊല്ലിയില്ലെങ്കിലും അല്ലാഹു നബി തങ്ങൾക്ക് സലാത്ത് നൽകുമെന്നുറപ്പാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മൻ സല്ലല്ലാ അലൈഹി വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹി അസ്റാ. എന്റെ പേരിൽ സലാത്ത് നിർവഹിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് ചുരുങ്ങിയത് 10 ഗുണം അല്ലാഹ് തരും. അതുകൊണ്ട് എന്റെ ഉമ്മത്തുകളെ, നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ ഞാൻ മുഖേനയല്ലേ നിങ്ങൾക്ക് സാധിക്കുക? നബിതങ്ങൾ മുഖേനയല്ലേ നമുക്ക് വിജയത്തിന് സാധ്യതയുള്ളത്? ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇന്നലെ ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ തുടങ്ങിക്കൊടുത്തു. ആ ഫത്ഹുൽ മുഈന്റെ തുടക്കത്തിലുണ്ടല്ലോ സലാത്തൻ വ സലാമൻ അഫൂസു ബിഹിമാ. ഓ അല്ലാഹുവേ, നീ നബിതങ്ങൾക്ക് സലാത്ത് നിർവഹിക്കണം, നീ സലാം നൽകണം. ആ സലാത്ത് സലാം എങ്ങനെയുള്ളതാണ്? അഫൂസു ബിഹിമാ യൗമൽ മആദ്. നബിതങ്ങൾക്ക് നീ കൊടുക്കുന്ന ഗുണം കൊണ്ട്, നീ കൊടുക്കുന്ന അനുഗ്രഹം കൊണ്ട്, നീ കൊടുക്കുന്ന സലാം കൊണ്ട് ഞാനങ്ങ് ജയിച്ചു പോകും. ഫത്ഹുൽ മുഈന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം, നമ്മുടെ വിജയത്തിന് നിദാനം റസൂലുള്ളാഹിക്ക് അല്ലാഹ് കൊടുക്കുന്ന റഹ്മത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് നമുക്ക് വിജയിക്കാനുള്ളത്. ആ നബിതങ്ങൾ മുഖേനയല്ലാതെ നമുക്കൊരു വിജയവും കിട്ടാൻ പോകുന്നില്ല. അതിനാൽ മൻ സല്ലാ അലയ്യ വാഹിദതൻ, എന്റെ പേരിൽ വല്ലവനും ഒരു സലാത്ത് നിർവഹിച്ചാൽ സല്ലല്ലാഹു അലൈഹി അസ്റാ, അതാ അല്ലാഹു തആല അദ്ദേഹത്തിന് 10 മഹത്തായ അനുഗ്രഹം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആകയാൽ സലാത്തിന്റെ ഗുണം നമുക്കാണ്, സലാത്തിന്റെ ഗുണം നമുക്കാണ്, അതിന്റെ എല്ലാ ഫലവും നമുക്കാണ്. നബിതങ്ങളെ പേരിൽ സലാത്ത് നിർവഹിക്കുക അത് വലിയ പുണ്യകർമ്മമാണ്. അത് വുജൂബാണ്, സുന്നത്തല്ല. സലാത്ത് വുജൂബാണ്, സുന്നത്തല്ല. കാരണം അല്ലാഹല്ലേ പറഞ്ഞത്, സല്ലു അലൈഹി, നിങ്ങൾ സലാത്ത് ചൊല്ലണേ, മുസല്ലിമു, നിങ്ങൾ സലാം ചൊല്ലണേ. അതാണ് അതിന്റെ ഉദ്ദേശമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ അല്ലാഹ് കൽപ്പിച്ച ഒരു കാര്യം നിർബന്ധമാകണ്ടേ? നിർബന്ധമാണല്ലോ. ആ നിർബന്ധമാകുന്ന സമയമാണ് നിസ്കാരത്തിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് വുജൂബാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയാതെ സലാത്ത് നിസ്കാരം നമുക്ക് ശരിയാകൂല. നിസ്കാരത്തിന്റെ ഫർളാണ് നബിതങ്ങളുടെ പേരിലുള്ള സലാത്ത്. അപ്പൊ സലാത്ത് നമുക്ക് നിർബന്ധമാണ്. ഇതുപോലെ അതാ ഖുതുബയിൽ നബിതങ്ങളുടെ പേരിൽ സലാത്ത് നിർബന്ധമാണ്. നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോഴും ഓർമ്മിക്കുമ്പോഴും സലാത്ത് നിർബന്ധമായും ചൊല്ലേണ്ടതാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ സലാത്ത് നിർബന്ധമായ കർമ്മമാണ്. സലാം ചൊല്ലലും അങ്ങനെ തന്നെയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. നമ്മുടെ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് സലാം പറയുന്നില്ലേ? അല്ലെങ്കിൽ സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു എന്നെങ്കിലും പറയണ്ടേ? ആകയാൽ സലാം ചൊല്ലലും നിർബന്ധം തന്നെയാണ്. സലാത്തും സലാമും നിസ്കാരത്തിൽ നിർബന്ധമാണ്. എന്നാൽ മറ്റ് സമയങ്ങളിലോ, മറ്റ് സമയങ്ങളിൽ പ്രത്യേകം സലാത്ത് സുന്നത്തുള്ള സമയമുണ്ട്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, പള്ളിയിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് കയറണം. അതോടുകൂടെ സലാത്തും സലാമും ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് കയറണം. വലത്തെ കാലെടുത്ത് വെച്ചുകൊണ്ട് കയറണം. ബിസ്മി ചൊല്ലി കയറണം. സലാത്ത് ചൊല്ലി പള്ളിയിലേക്ക് കയറണം. ഇതുപോലെ പല സ്ഥലങ്ങളും സലാത്ത് പ്രത്യേകം സുന്നത്തുള്ള സ്ഥലങ്ങളുണ്ട്.
ദുആ നടത്തുമ്പോൾ ദുആന്റെ ആദ്യത്തിൽ സ്വലാത്ത് സുന്നത്തുണ്ട്, ദുആയുടെ ഇടക്കും ഒരു സ്വലാത്ത് ഇല്ലൽ പുണ്യമുണ്ട്, ദുആന്റെ അവസാനവും സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. അങ്ങനെ സ്വലാത്ത് എന്ന് പറയുന്നത് പല സ്ഥലത്തും പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അതേ മീറ്റ് ചെയ്ത് പിരിഞ്ഞു പോകുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട്, മീറ്റ് ചെയ്യുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട്. അതുകൊണ്ടാണ് ചില പ്രായം ചെന്ന ആളുകൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് മുസാഫഹത്ത് ചെയ്താൽ ആ കയ്യും പിടിച്ചവർ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നത് കേൾക്കാം. കാരണം അങ്ങനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഒരു സലാത്ത് പ്രത്യേകം പുണ്യമുണ്ട്. 3-ൽ 2 ഞാൻ സലാത്താക്കട്ടെയോ? വർദ്ധിപ്പിച്ചാൽ നല്ലതാണ്. എന്നാൽ എന്റെ പ്രാർത്ഥന മുഴുവനും അങ്ങയുടെ സലാത്താക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, അതോടുകൂടെ നിന്റെ ടെൻഷൻ നീങ്ങിപ്പോകുന്നതാണ്, നിന്റെ ദോഷം പുറത്തു പോകുന്നതാണ്. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ ഗുണം ലഭിക്കുന്നതാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള സലാത്ത് വർദ്ധിപ്പിക്കുക. അതിനർത്ഥം നമ്മൾ വുജൂബായ പ്രാർത്ഥന വേണ്ടെന്നല്ല, സുന്നത്തായ പ്രാർത്ഥന വേണ്ടെന്നല്ല, നബിതങ്ങൾ പഠിപ്പിച്ച ദുആകളൊന്നും നടത്തണ്ടെന്നല്ല. മറിച്ച് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള സലാത്ത്. അത് ധാരാളം വർദ്ധിപ്പിക്കണമെന്നും സലാത്തിന്റെ സദസ്സുകളിൽ കഴിവിന്റെ പരമാവധി നമ്മൾ പങ്കെടുക്കണമെന്നും, സലാത്ത് ചൊല്ലാൻ അല്ലാഹു ഭാഗ്യം തന്നാൽ ഒരു ദിവസം ചുരുങ്ങിയതൊരു 100 സലാത്ത്, അല്ലെങ്കിൽ ഒരു 300 സലാത്ത്, അല്ലെങ്കിൽ 1000 സലാത്ത് ഇങ്ങനെ പതിവാക്കി ചൊല്ലുന്ന ചില മുഅ്മിനീങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു സുഹൃത്ത് ദുബായിൽ ടാക്സി ഓടിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും 1000 സലാത്ത് ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ചൊല്ലി തീർക്കാറുണ്ടെന്ന് എന്നോട് പറഞ്ഞു. വലിയ ഭാഗ്യവാനല്ലേ സുഹൃത്തുക്കളെ? നമുക്കും എത്ര സമയമാണ് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോഴെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള സലാത്ത് ചൊല്ലിയ ആൾ അല്ലാഹുവിന്റെ റസൂലുമായി ഏറ്റവും അടുപ്പമുള്ള ആള്. അക്സറുഹും അലൈഹി സലാത്ത്, ഞാനുമായി എന്റെ പേരിൽ ഏറ്റവും സലാത്ത് ചൊല്ലുന്നവനാരോ അവനാണ് ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവൻ, സ്നേഹമുള്ളവൻ എന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അതും നമ്മൾ പരിഗണനയിൽ ഉണ്ടാകണമെന്നും ഈ 10 ദിവസവും പുണ്യകർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നല്ല സമ്പാദ്യം സമ്പാദിക്കണമെന്നും നിങ്ങളോടും എന്നോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനേ.